ഹലോ, എല്ലാവർക്കും ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയുടെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് ഗണപതിയുടെ 2 കാർഡും ഏഞ്ചൽ കാർഡുമാണ് എടുക്കുന്നതെന്ന്. ഗണപതിയുടെ കാർഡ് റീസൈലൻസ് എന്ന് വന്നിട്ടുണ്ട്. റീസൈലൻസ് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ശാന്തമായിട്ട് ഇരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ലാണ്ട് ലേസിനെസ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏഞ്ചൽ കാർഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സഹായങ്ങൾ, അല്ല ജോലിക്ക് വല്ലതിനൊക്കെ ചെയ്യാനുള്ള സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയൊരു കാർഡ് വന്നിട്ട് ലെറ്റ് ഗോ പറഞ്ഞാൽ ഇപ്പോൾ ആരുടെ അടുത്തൊന്നും പറയാൻ പോവാതെ മിണ്ടാതിരിക്കുക. എന്താ പറയുക, ദേഷ്യം വന്നിട്ടും ഈ ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സും ഒന്നും ഇല്ലാണ്ട് ഇരിക്കണ ഒരു സമയം. സോ അതുകൊണ്ട് ആകുന്നതും പോട്ടെ, സാരമില്ല പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും പറയാതെ ഇരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇനിയൊരു കാർഡ് ഗണപതിയുടെ എടുത്തിട്ടുണ്ട്. ക്ലിയർ യുവർ എനർജി എന്നിട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുമാതിരി ഒരു എനർജി ഇല്ലാതെ, ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ലാതെ, ലേസിനെസ് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഒരു ലേശം കല്ലുപ്പ് ബക്കറ്റിൽ ഇട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എനർജി, നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നല്ല ഒരു എനർജി, പോസിറ്റീവ് എനർജി കിട്ടും. എന്നിട്ട് അങ്ങനെ ഒരു ഗണപതിയുടെ ഒരു മന്ത്രം, ഗം ഗണപതിയെ നമഃ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു 21 പ്രാവശ്യമെങ്കിലും പറയണം. താങ്ക് യു.